ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഓണിയൻ പക്കോട അല്ലെങ്കിൽ ഉള്ളിവട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സവാള ഉള്ളി നന്നായി ക്ലീൻ ചെയ്തിട്ട് അത് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് നീളത്തിൽ അരിയണം. നമ്മൾ ഒരു സവാള ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇതുപോണം ഒത്തിരി തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത ഉള്ളിയെല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനാവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ കുറച്ച് ചെറുതായി മുറിച്ച കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് അധികം എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പിട്ട കാരണം ആ ഉപ്പ് വെള്ളം തന്നെ ഇറങ്ങി വന്ന് അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇത് കണ്ടോ, നന്നായിട്ട് നല്ല നനവിൽ മിക്സായി കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല. ഇത് കൈകൊണ്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് 5 to 10 മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉള്ളിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഉപ്പിൻ്റെ ജലാംശം തന്നെ ധാരാളം മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് കൈകൊണ്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഉള്ളിയും കടലമാവും കൂടെ നന്നായി മിക്സായി കിട്ടി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മുടെ എണ്ണ ചൂടായി കിട്ടി. ഇതിലേക്ക് നമുക്ക് ഉള്ളി കുറേശ്ശെ ലൂസിലിട്ട് കൊടുക്കാം. കാരണം അത് ഒത്തിരി ടൈറ്റായിട്ട് ബോൾ പോലെ ഇട്ട് കൊടുത്താൽ എൻ്റെ ഉൾവശം വേവില്ല, ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ലൂസിൽ ഇട്ട് കൊടുക്കുക, അധികം ടൈറ്റ് ചെയ്യാതെ. ഇതുവേണം 3 ഫിംഗർ കൊണ്ട് എടുത്ത് കുറേശ്ശെ ഇതുവേണം ഇട്ട് കൊടുക്കുക ലൂസിൽ. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയി കിട്ടും. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഈ സൈഡും ക്രിസ്പി ആയി കിട്ടും. അന്നേരം നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം. നമ്മുടെ ഉള്ളി പക്കോട നല്ല ബ്രൗൺ കളറായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ ഉള്ളിവടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി പക്കോട നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ പുതിന ചട്നി, കുക്കുംബർ ചട്നി, നമുക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിത് കഴിക്കുന്ന കുക്കുംബർ ചട്നിയുടെ കൂടെയാണ്. ഇത് കണ്ടോ, നമ്മുടെ പക്കോട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്ത് നമ്മുടെ കുക്കുംബർ ചട്നിയുടെ കൂടെ നമുക്ക് കഴിച്ച് നോക്കാം.
നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ കൂടെ അഭിപ്രായം പറയണം. Our onion pakoda is really very tasty. You can eat this with any chutney or with tomato ketchup. I'm gonna eat with cucumber chutney. You can also eat with pudina chutney or mint chutney or with coconut chutney. It is really very tasty. If you like my video, please like and comment. See you soon with another video. Thank you for watching.